Hello and welcome back to my channel. എൻ്റെ പേര് പ്രിയ. ഇന്നത്തെ വീഡിയോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അതായത് ഒരു ദിവസത്തിൽ ഞാൻ എന്തൊക്കെയാണ് കഴിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തിയും തക്കാളി കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തക്കാളി കറി എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കില്ലേ, പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള ആ തക്കാളി കറി തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സവാള ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തത് അതിൽ ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അതിലേക്ക് 5-6 പല്ല് വെളുത്തുള്ളി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ കറിയിൽ ഈ വെളുത്തുള്ളി ചേർക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് വായിലോട്ട് അത് വരുമ്പോൾ ഒരു ക്രഞ്ചി ആയിട്ട് ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ചേർക്കുന്നത്. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വാടി കിട്ടും. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വാട്ടിയെടുക്കുക. അപ്പോൾ ഈ കറി എന്ന് പറയുന്നത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ മാത്രമല്ല അത് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകും. ദോശൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇഡലീൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ട് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഡലീൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അടുത്തത് ഞാനിവിടെ സവാള നിറമാറി വന്നതിന് ശേഷം തക്കാളി നുറുക്കി വെച്ചത് അതിൽ ചേർക്കുകയാണ്. അപ്പോൾ തക്കാളി ചേർത്തതിന് ശേഷം കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിൻ്റെ മുന്നായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ ചേർക്കണം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് ചേർക്കുക. മുളക് പൊടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കളറ് കിട്ടും. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോൾ നല്ല എരിവായതുകൊണ്ട് കുറച്ച് മാത്രം ഞാൻ ചേർത്തു ആവശ്യത്തിന്. എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഒരു മൂടി ഇട്ടിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടുന്നതായിരിക്കും. അപ്പോൾ മൂടി വേവിച്ചെടുക്കും. മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അടുപ്പിടിച്ച് പോകും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലൂസായിട്ട് ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കാതെ തന്നെ സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ തക്കാളി കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി കഴിഞ്ഞു. അടുത്തത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പൊട്ട് പോലും ഓയിൽ ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഫുൾക്കയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കല്ലിവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് അതിലിട്ടിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് പൊന്തിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചപ്പാത്തിനെക്കാളും വളരെ ഈസിയാണ് ഫുൾക്കി ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമ്മളെ ജോലി കഴിയും. അതുമാത്രമല്ല നമ്മൾ ഓയിൽ ഒരു പൊട്ട് പോലും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടിരിക്കുന്നവരെല്ലാം തന്നെ ഈ ഫുൾക്കി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ഫുൾക്കി തന്നെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ചില സമയം ഞാൻ ഓയിൽ ഉപയോഗിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കും. അപ്പോൾ കറിയിൽ കൂടുതൽ ഓയിൽ ചേർത്തത് കൊണ്ട് ഞാനിപ്പോൾ ഫുൾക്കി ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ ഫുൾക്കി ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞു 2 സൈഡും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഹൈ ആക്കിയിട്ട് അതിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ 2 സൈഡും കൂടെ നന്നായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. അത് കഴിക്കാനായിട്ട് ഹാർഡായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾക്ക. വളരെ ഈസിയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ജസ്റ്റ് ഒന്ന് നമ്മുടെ കല്ല് ചൂടാക്കിയിട്ട് നമ്മുടെ മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ 2 സൈഡും എടുത്തതിന് ശേഷം നമ്മുടെ ഫുൾക്ക റെഡി ആയി കഴിയും. അപ്പോൾ ഈ ഫുൾക്ക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. എത്ര നേരം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് നല്ല ഓപ്ഷനാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്തിട്ട് കൊടുത്തുവിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കാണല്ലോ ഫാറ്റ്സ് ഒന്നും വേണ്ടാത്തത്. കുട്ടികൾക്ക് നല്ല ഹെൽത്തി ഫാറ്റ്സ് എല്ലാം അത്യാവശ്യമാണ് അവർ വളരുന്ന സ്റ്റേജിൽ. അപ്പോൾ അവർക്കാകുമ്പോൾ നെയ്യ് പുരട്ടിയതിന് ശേഷം കൊടുത്തുവിടാം. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനൊരു മുട്ടയും കൂടെ വെച്ചിട്ടുണ്ട്. മുട്ടയിൽ കുറച്ച് പെപ്പർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ 2 ചപ്പാത്തിയും കുറച്ച് തക്കാളി കറിയും ഒരു മുട്ടയുമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ ഉസീവയുടെ പ്രോട്ടീൻ ആൻഡ് ഹെർബ്സ് എന്ന് പറയുന്ന പ്രോട്ടീൻ ഡ്രിങ്ക് കുടിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ലോസിനും സ്കിന്നിനും ഹെയറിനും എല്ലാം വളരെ നല്ലതാണെന്ന് കേട്ടു. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് വരുന്നുണ്ട്. 2 ആഴ്ചയായിട്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്ത് വരുന്നത്. നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇതൊരു 1/2 സ്പൂൺ, അതായത് അതിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു സ്കൂപ്പ് ഉണ്ട്. അതിൻ്റെ 1/2 സ്കൂപ്പ് ഈ പൗഡർ എടുത്തിട്ട് 150 ml വെള്ളത്തിലാണ് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. നിങ്ങൾ പാലിൽ വേണമെങ്കിലും ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് കുടിക്കാം. പാലിൽ കുടിക്കുമ്പോഴാണ് ഒരുപാട് ടേസ്റ്റ് ഉണ്ടാവുക. വെള്ളത്തിലാകുമ്പോൾ ടേസ്റ്റിൻ്റെ ഒരു കുറവുണ്ടാവും. അപ്പോൾ ഷുഗറൊന്നും ചേർക്കാറില്ല. വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കും. അപ്പോൾ പാല് ഞാൻ കുടിക്കാത്തതിൻ്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുളിപ്പായിട്ടോ എരിവായിട്ടോ എല്ലാം കഴിക്കുമ്പോൾ നമ്മൾ പാല് പെട്ടെന്ന് തന്നെ കുടിക്കുന്നത് നമ്മുടെ ഡൈജഷന് പ്രോബ്ലം ആവും, അസിഡിറ്റി എല്ലാം ഉണ്ടാവാൻ കാരണമാകും. അപ്പോൾ
ഞാനിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ തക്കാളി കറിയെല്ലാം കഴിച്ചത് കൊണ്ടാണ് ഞാൻ പാലിൻ്റെ ഒപ്പം ചേർക്കാതെ വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് പാലിൽ ചേർത്ത് കഴിക്കാം. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാത്ത ദിവസം ഇതിൻ്റെ ഒപ്പം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ചേർത്തിട്ട് ഒരു പഴത്തിൻ്റെ കൂടെയാണ് ഞാൻ ഷേക്ക് പോലെ ആക്കിയിട്ട് ഇത് കുടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുറേ നേരം വയറ് ഫുള്ളായ പോലെ ഉണ്ടാവും, വിശക്കില്ല. അപ്പോൾ അത് മാത്രമല്ലാതെ നമ്മുടെ സ്കിന്നിലും നമ്മുടെ ഹെയറിലെല്ലാം തന്നെ നല്ല മാറ്റം ഉണ്ടാവും ഈ യോസേവ കുടിച്ച് തുടങ്ങുമ്പോൾ തന്നെ. ഇപ്പോൾ ഇതിന്റെ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത് വേ പ്രോട്ടീൻ ആണ്. അതിൻ്റെ ഒപ്പം നമുക്ക് വിറ്റമിൻസും മിനറൽസും ചേർത്തിട്ടുണ്ട് അതിനകത്ത്. അത് മാത്രമല്ലാതെ നമുക്ക് കംപ്ലീറ്റ് അമിനോ ആസിഡും ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ് ഒരു ഹെൽത്ത് സപ്ലിമെന്റ് പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ തൈറോയിഡ് ഉള്ളവർക്കായാലും PCOS ഉള്ളവർക്കായാലും ഡയബറ്റീസ് ആയാലും ആർക്കും തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ആയുർവേദിക് ഹെർബ്സ് എല്ലാം തന്നെ ഇതിന് ചേർത്തിട്ടുണ്ട്. അതിന് മാത്രമല്ലാതെ നമ്മൾ സ്കിന്നിനും ഹെയറിനും അത്യാവശ്യമായിട്ടുള്ള വിറ്റമിൻസും മിനറൽസും എല്ലാം തന്നെ ഇതിൽ കാണപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ആയുർവേദിക് ഹെർബ്സ് ചേർത്തിട്ടുണ്ട് ഇതിൽ. ഗുഡുചി, ഗ്രീൻ ടീ, സിനമൺ, അതായത് കറുവാപ്പട്ട പോലത്തെ ഹെർബ്സ് എല്ലാം തന്നെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് ഹോർമോണൽ ബാലൻസിന് വേണ്ടിയിട്ട് ശതാവരി, ഫ്ലാക്സ് സീഡ്, തുളസി, കുർക്കുമിൻ പോലത്തെ ആയുർവേദിക് ബ്ലെൻഡും കൂടി ഉണ്ട്. അപ്പോൾ കുർക്കുമിൻ എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ മഞ്ഞളിലെല്ലാം കാണപ്പെടുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് കുർക്കുമിൻ. അതും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ വർക്കൗട്ട് എല്ലാം ചെയ്യുന്ന ആളാണെങ്കിൽ 150 ml പാൽ അല്ലെങ്കിൽ വെള്ളത്തിൽ 1 സ്കൂപ്പ് ഫുള്ളായിട്ട് ഈ പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുടിക്കാം. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാത്ത ആളാണെങ്കിൽ 1/2 സ്കൂപ്പ് മാത്രം എടുത്തിട്ട് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം നമ്മളിത് കുടിക്കാം. അപ്പോൾ ഇതിൽ സോയ് ഫ്രീ ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഷുഗർ ഇല്ല, പിന്നെ പ്രിസർവേറ്റീവ്സ് ഇല്ല, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല നോൺ GMO ആണ്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ഒന്നും ഇല്ല, കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണെന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യേണ്ടി വന്നാൽ ഈ ഷേക്കിന്റെ കൂടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഇട്ടിട്ട് ഷേക്ക് ആക്കിയിട്ട് ഒരു പഴം അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഉച്ചഭക്ഷണത്തിനായിട്ട് ഞാൻ അമരപ്പയർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു സവാള കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ പ്രൊസീജിയറിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ കടുക് പൊട്ടിക്കും. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ കടലപ്പരിപ്പും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് പ്രത്യേകതരം ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും കൂടി ചേർക്കുകയാണ്. ലാസ്റ്റ് ആയിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. സവാള കുറച്ച് വാടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് അമരപ്പയറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ തോരൻ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും. മാത്രമല്ല ഇത് വളരെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു തോരനാണ്. ഡയബറ്റിക് പേഷ്യൻസിനെല്ലാം തന്നെ നല്ലതാണ്. ഏകദേശം എല്ലാ കറികളുടെ കൂടിയും നമുക്ക് ഈ തോരൻ ഒത്തുപോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ അതിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തോരനിൽ ഞാൻ മല്ലിപ്പൊടിയും കൂടെ ചേർക്കും. അപ്പോൾ മല്ലിപ്പൊടി കൂടുതൽ പേരും തോരനിൽ ചേർക്കാറില്ല. അപ്പോൾ കുറച്ച് മാത്രം നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ ഈ പ്രത്യേകതരം ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മൂടിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടി കട്ടിയുള്ള ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം തെളിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടി കട്ടിയില്ലാത്ത ചട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ മൂടിയിട്ട് വേവിക്കാനായിട്ട്. അപ്പോൾ മൂടിയിട്ട് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുക. വെള്ളം തെളിക്കാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ അതിൽ തക്കാളി ഒരെണ്ണം കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഈ സ്റ്റേജിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കൂടി ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ മൂടിയിട്ട് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. നമ്മുടെ പയറും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുത്തിട്ട് ഇറക്കുന്നതിന് മുന്നായിട്ട് തേങ്ങ ചിരവിതും കൂടെ തോരനിൽ ചേർത്ത് ഇളക്കി എടുത്തിട്ട് ഇറക്കി വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തോരൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ ഞാൻ മാത്രമേ ഉണ്ടാക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളും ഈ സ്റ്റൈലിലാണ് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പം മല്ലിപ്പൊടി ഒന്നും കൂടുതൽ പേരും തോരനിൽ ചേർക്കാറില്ല. പക്ഷെ പേഴ്സണലായിട്ട് എനിക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റൈല് തോരൻ.
അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ലഞ്ചിന് കഴിച്ചത്. ചോറും കുറച്ച് രസമും നമ്മുടെ അമരപ്പയർ തോരനും കുറച്ച് അച്ചാറുമാണ്. അച്ചാർ എൻ്റെ ജീവനാണ്. ഞാൻ ദിവസം അച്ചാർ കഴിക്കും. എനിക്ക് അച്ചാർ ഇല്ലെങ്കിൽ ചോറ് കഴിക്കാൻ തന്നെ ഇഷ്ടമല്ല. അപ്പോൾ അച്ചാർ മോശമൊന്നുമല്ല. നമ്മൾ കുറഞ്ഞ അളവിൽ കഴിക്കുകയാണെങ്കിൽ അച്ചാർ നല്ലതാണ്. അച്ചാറിൽ നല്ല ബാക്ടീരിയ, നമ്മുടെ ദേഹത്തിന് വേണ്ട നല്ല ബാക്ടീരിയകൾ അച്ചാറിലുണ്ട്. അത് ഫെർമെന്റഡ് ഫുഡ് അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുറഞ്ഞ അളവിൽ കഴിക്കുന്നത് യാതൊരു വിധത്തിലും നമുക്ക് ദോഷം ചെയ്യില്ല. നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കാനായിട്ട് നോക്കണം. അപ്പോൾ അച്ചാറില്ലാത്ത സദ്യ നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കഴിച്ചു വരുന്ന ഒരു സാധനമല്ലേ, നമ്മൾ പേടിക്കുകയും വേണ്ട. നമ്മൾ കുറഞ്ഞ അളവിൽ കഴിക്കുകയാണെങ്കിൽ അച്ചാർ നമുക്ക് നല്ലതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ലഞ്ച്. പിന്നെ ഈവനിങ് സ്നാക്സിനായിട്ട് ഞാൻ പഴംപൊരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ മോള് സ്കൂളിൽ നിന്ന് വന്ന കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ബിസി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും പഴംപൊരിയുമാണ് ഞാൻ ഈവനിങ് കഴിച്ചത്. രാത്രിത്തെ ഫുഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെ ചപ്പാത്തിയോ ദോശയോ ഇഡലിയോ ഉപ്മാവോ പിന്നെ എന്താണ് പുട്ടോ ഇതുപോലെ ആയിരിക്കും നോർമലായിട്ട് കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് രാത്രി എന്ന് പറയുമ്പോൾ ഞാൻ ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ദോശയും തേങ്ങാ ചട്നിയുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇതുപോലൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് പ്രിയ ജയൻ. ബൈ, ടേക്ക് കെയർ.